ബിഗ് ബോസ് മലയാളം സീസൺ 7 ലൈവ് അപ്ഡേറ്റുകളിലേക്ക് പോവാം. റെന ഫാത്തിമ ഇപ്പോൾ ലൈവിലിരുന്ന് പറഞ്ഞൊരു കാര്യമാണ്, അനുമോൾ എന്തായാലും ഗ്രാൻഡ് ഫിനാലയിൽ ഉണ്ടാവും. അനുമോള് എന്തായാലും ഈ സീസണിന്റെ ഗ്രാൻഡ് ഫിനാലെ വരെ ഉണ്ടാവും. കാരണം അതാണ് ഈ ഷോ. ദാറ്റ്സ് ഹൗ ദിസ് വർക്ക്സ്. ഈ ഷോ ആ രീതിയിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പറയാനുള്ള കാര്യങ്ങൾ പറയാതിരുന്നത് കൊണ്ട് ഒരു രീതിയിലുള്ള പ്രയോജനവും ഇല്ല. പറയേണ്ട കാര്യങ്ങൾ പറയേണ്ട സ്പോട്ടിൽ തന്നെ പറയണമായിരുന്നു. അതാണ് ഞാൻ ഇന്ന് അങ്ങനെ പറഞ്ഞതെന്നുള്ള രീതിയിൽ റെന ഫാത്തിമ പറയുന്നുണ്ട്. അതേപോലെ തന്നെ റെന ഫാത്തിമ പറയുന്നുണ്ട്, ചിരിച്ചൊരുപാട് ഞാൻ നിന്നു, ഇനി എനിക്ക് ചിരിച്ചു നിൽക്കാനായിട്ട് പറ്റില്ല. അനുമോളുടെ അടുത്ത് ഇന്ന് ഫുൾ ഫൈറ്റ് ആയിരുന്നു, രാവിലെ തുടങ്ങി ഫൈറ്റ് ആയിരുന്നു. ഓരോന്ന് പറഞ്ഞാൽ കിച്ചൺ ഏരിയയിൽ ചൊറിഞ്ഞുകൊണ്ട് നിൽക്കുകയായിരുന്നു റെന ഫാത്തിമ. വളരെ അമ്മച്ചുറിഷ് ആയിട്ടുള്ള ഒരു കഥാപാത്രമാണ് കേട്ടോ. ഒട്ടും ഒരു രീതിയിലും ഒരു ലൈക്കബിൾ ആയിട്ടുള്ള ഒരു പെർഫോമൻസ് അവിടെ ഇതുവരെ കാഴ്ചവെച്ചിട്ടില്ല. അത് നല്ല രീതിയിൽ ഗെയിം കളിക്കുന്നുണ്ടോ അതുമില്ല. വെറുതെ ആളുകളെ പോയി കിച്ചൺ ഏരിയയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവരെ ചൊറിയുക, പിന്നെ ചപ്പാത്തിക്കള്ളിൽ നിന്ന് വിളിക്കുക, ആ രീതിയിലുള്ള ഒരു പരിപാടികളാണ് റെന ഫാത്തിമ അവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു രീതിയിലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊന്നും അല്ല. അനുമോളെ നല്ല രീതിയിൽ തന്നെ ട്രിഗർ ചെയ്യുന്നുണ്ട്, പ്രൊവോക്ക് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ അപ്പൊ അനുമോള് നല്ല രീതിയിൽ പ്രൊവോക്ക് ആവുന്നുണ്ട്. ചപ്പാത്തിക്കള്ളി ആരാണെന്ന് ഞാനിന്ന് കാണിച്ചു തരാം അവിടെ എന്നൊക്കെ പറഞ്ഞിട്ട് പ്രൊവോക്ക് ആവുന്നുണ്ട്. അവർ തമ്മിൽ ഒരു ഫൈറ്റ് കഴിഞ്ഞിട്ട് ഇരിക്കുവാണ്. അപ്പൊ റെന ഫാത്തിമ ഇങ്ങനെ പറയുന്നുണ്ട് ലൈവിനകത്ത്, അനുമോൾ എന്തായാലും ഗ്രാൻഡ് ഫിനാലെ വരെ ഉണ്ടാവുമെന്ന്. പുറത്ത് അത്രയും പ്രേക്ഷക പിന്തുണയുള്ള ഒരു കണ്ടസ്റ്റന്റ് ആണ് എന്ന് റെന ഫാത്തിമയ്ക്ക് അറിയാം. അപ്പൊ ഈ രീതിയിൽ ഒരു പ്രൊവോക്കിംഗ് ഗെയിം ആണോ അനുമോൾക്കെതിരെ കളിക്കേണ്ടത് എന്നുള്ളത് കൂടി ഒന്ന് ആലോചിക്കാമായിരുന്നു. ഇങ്ങനെ ഒരു ഗെയിം കളിക്കുന്നതിന് മുമ്പേ ആലോചിക്കാമായിരുന്നു. ഇതാണോ ഈ സ്ട്രാറ്റജി മതിയാവോ അനുമോളെ പോലെ ഒരാളെ വീഴ്ത്താനായിട്ട് എന്നുള്ളതൊന്ന് ആലോചിക്കേണ്ടതായിരുന്നു.